നമസ്കാരം, പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. ഖത്തറിലെ 215 പ്രവാസികളുമായി കൈരളി ടിവിയും സംസ്കൃതി ഖത്തറും ഒരുക്കിയ സൗജന്യ ചാർട്ടേഡ് വിമാനം കൊച്ചിയിലെത്തി. കൈകോർത്ത് കൈരളി മാതൃകയെന്ന് ഖത്തറിലെ ഇന്ത്യൻ അംബാസഡർ പി കുമരൻ. പദ്ധതി മലയാളികൾക്കാകെ അഭിമാനമെന്ന് നോർക്ക റൂട്ട്സ് ഡയറക്ടർ CV റപ്പായി. കേരളത്തിലെത്തുന്നത് കൈകോർത്ത് കൈരളിയുടെ 4ാമത്തെ സൗജന്യ വിമാനം. കൈകോർത്ത് കൈരളിയിലൂടെ നാട്ടിലെത്തിയത് കോവിഡ് പ്രതിസന്ധിയിൽ ജോലി നഷ്ടപ്പെട്ടവരും വിസിറ്റ് വിസയിലെത്തി ലോക്ക്ഡൌണിൽ കുടുങ്ങിയവരും അടക്കം നിരവധി പേർ. നാട്ടിലേക്ക് മടങ്ങാനായതിന്റെ ആശ്വാസവും സന്തോഷവും പങ്കുവെച്ച് ഖത്തറിൽ നിന്ന് മടങ്ങിയ മലയാളികൾ. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്നയും സന്ദീപും NIA കസ്റ്റഡിയിൽ. NIA സംഘം ഇരുവരെയും കസ്റ്റഡിയിലെടുത്തത് ബംഗളൂരുവിൽ നിന്ന്. ഇരുവരെയും നാളെ പുലർച്ചെയോടെ കൊച്ചിയിലെത്തിക്കും. സ്വപ്നയെ കുരുക്കിയത് ഫോൺ കോളുകൾ. കോവിഡിൽ കേരളത്തിലെ സ്ഥിതി അതീവ ഗുരുതരം. പുതുതായി 488 പേർക്ക് വൈറസ് ബാധ. സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചവരുടെ എണ്ണം കുതിച്ചുയരുന്നു. സമ്പർക്കത്തിലൂടെ മാത്രം ഇന്ന് 234 പേർ രോഗബാധിതർ. ഉറവിടമറിയാത്ത കേസുകളുടെ എണ്ണത്തിലും വർധന. തിരുവനന്തപുരത്തും ആലപ്പുഴയിലും മലപ്പുറത്തും സ്ഥിതി ഭയാനകം. ഇന്നത്തെ കണക്കുകൾ രോഗം വ്യാപിക്കുന്നതിന്റെ സൂചനയെന്ന് മുഖ്യമന്ത്രി. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് നടത്തുന്ന സമരം എന്തിന്റെ പേരിലായാലും അംഗീകരിക്കാനാകില്ലെന്നും മുഖ്യമന്ത്രി. വിശദമായ വാർത്തകളിലേക്ക്. കോവിഡ് പശ്ചാത്തലത്തിൽ ദുരിതമനുഭവിക്കുന്ന ഖത്തറിലെ പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ കൈരളി ടിവിയും സംസ്കൃതി ഖത്തറും ഒരുക്കുന്ന സൗജന്യ ചാർട്ടേഡ് വിമാനം ഒരുക്കി. 215 യാത്രക്കാരെയാണ് പൂർണ്ണമായും സൗജന്യമായി ഖത്തറിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തിച്ചത്. വിവരങ്ങളുമായി T ജമാലുദ്ദീൻ ചേരുന്നു. ജമാൽ, പറയൂ. സുരരാജ്, സമാനതകളില്ലാത്ത വലിയ ഒരു ചരിത്ര ദൗത്യത്തിന്റെ ഭാഗമായാണ് കൈരളി TV ഇന്ന് ഖത്തറിൽ നിന്ന് 215 പ്രവാസി മലയാളികളെ നാട്ടിലേക്ക് എത്തിച്ചത്. ഇതിൽ ഖത്തറിലെ പ്രമുഖ സാമൂഹിക സാംസ്കാരിക സംഘടനയായ സംസ്കൃതിയുടെ പിന്തുണയും സഹകരണവും ഉണ്ടായിരുന്നു. ഏതായാലും 213 മുതിർന്ന ആളുകളും 2 കൈക്കുഞ്ഞുങ്ങളും ഉൾപ്പെടെ 215 പേരാണ് ഖത്തറിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചത്. തീർത്തും ഈ കോവിഡ് പ്രതിസന്ധിയിൽ ഇവിടെ കുടുങ്ങിയ ആളുകൾ, പ്രത്യേകിച്ച് ജോലി നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസയിലെത്തി ഇവിടെ കുടുങ്ങിയ ആളുകളെ ആണ് കൈരളി TV നാട്ടിലേക്ക് എത്തിച്ചത്. കൈകോർത്ത് കൈരളി പദ്ധതി തന്നെ ഈ കോവിഡ് പ്രതിസന്ധിയിൽ പ്രവാസ ലോകത്ത് കുടുങ്ങിയ ആളുകളെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയാണ്. കൈരളി TV ചെയർമാൻ മമ്മൂട്ടിയും മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസും നേതൃത്വം കൊടുക്കുന്ന ഈ പദ്ധതിയുടെ ഭാഗമായി ആകെ 1000-ഓളം മലയാളികളെയാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് എത്തിക്കാൻ പദ്ധതി ഇട്ടിരുന്നത്. ഇതിന്റെ ആദ്യഘട്ടമായി UAE നിന്ന് 3 വിമാനങ്ങൾ നാട്ടിലേക്ക് എത്തിയിരുന്നു. 600-ഓളം മലയാളികളാണ് അന്ന് UAE നിന്ന് നാട്ടിലേക്ക് എത്തിച്ചത്. 4ാമത്തെ സൗജന്യ ചാർട്ടേഡ് വിമാനമാണ് ഇന്ന് ഖത്തറിൽ നിന്ന് പുറപ്പെട്ടത്. ഈ ഖത്തറിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കൈരളി സംസ്കൃതിയുടെ പ്രവർത്തകർ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. ഈ ആളുകളെ കണ്ടെത്താനും അവരെ തിരഞ്ഞെടുക്കാനും ഒക്കെ സംസ്കൃതിയുടെ പ്രവർത്തകർ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും ഖത്തറിലെ മാത്രമല്ല പ്രവാസ ലോകത്തെ ആകെ മലയാളികൾക്ക് അഭിമാനമാകുന്ന ഒരു പദ്ധതിയാണ് കൈരളി TV നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഏതാണ്ട് 800-ഓളം പേരെയാണ് ഇപ്പോൾ കൈരളി TVക്ക് നാട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ പദ്ധതിയോട് സഹകരിക്കാൻ നിരവധി സുമനസ്സുകളും സ്ഥാപനങ്ങളും സാമൂഹിക സംഘടനകളും ഒക്കെ മുന്നോട്ട് വന്നിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തന്നെ വലിയ സഹായം കൈരളിക്ക് ലഭിച്ചിരുന്നു. ഇന്ന് ഖത്തറിൽ നിന്ന് പുറപ്പെട്ട യാത്രക്കാർക്ക് എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയാണ് ഇവർ നാട്ടിലേക്ക് യാത്ര തിരിച്ചത്. PPE കിറ്റുകളും മാസ്കുകളും തുടങ്ങിയ സൗകര്യങ്ങളൊക്കെ തന്നെ ഖത്തറിലെ സംസ്കൃതി പ്രവർത്തകർ ഒരുക്കി നൽകിയിരുന്നു. വളരെ സന്തോഷത്തോടെയാണ് ഇവർ നാട്ടിലേക്ക് തിരിച്ചത്. കാരണം മാസങ്ങളായി ഈ കോവിഡ് പ്രതിസന്ധി കാരണം നാട്ടിലേക്ക് മടങ്ങാൻ നിവൃത്തിയില്ലാതെ കഴിയുകയായിരുന്നു. പലരും വലിയ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണ്. ഇവരെ കണ്ടെത്തി ഈ അർഹരായ ആളുകളെ തെരഞ്ഞെടുത്താണ് കൈരളി TV നാട്ടിലേക്ക് എത്തിച്ചത്. ഏതായാലും ഖത്തറിനെ സംബന്ധിച്ച് വലിയ ഒരു ചരിത്ര ദൗത്യം തന്നെയാണ് ഇന്ന് നടന്നത്. ശരി, ജമാലുദ്ദീനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഖത്തറിൽ നിന്ന് 215 പ്രവാസി മലയാളികളെ നാട്ടിലേക്ക് എത്തിക്കുന്ന കൈരളി കൈകോർത്ത് പദ്ധതി മാതൃകാപരമാണെന്ന് ഖത്തറിലെ ഇന്ത്യൻ അംബാസഡർ P കുമരൻ പറഞ്ഞു. കൈരളി TVക്കും ഖത്തർ സംസ്കൃതിക്കും അഭിനന്ദനങ്ങൾ നേരുന്നതായും അദ്ദേഹം പറഞ്ഞു. I want to thank the Indian community for its support in the successful organization of repatriation flights to India for members of the community
who are keen to return to India. I am thankful to Samskriti and Kairali TV Bureau Qatar for their contribution to organizing a free flight to Kochi for the benefit of the underprivileged workers in Qatar. I am happy also to inform you that till date, we have been able to organize 230 flights to India to a number of destinations, successfully repatriating over 37,000 Indian nationals. I once again thank the Indian community for all the support in making this possible and look forward to continued support so that more Indian nationals can be repatriated as per their wish. Thank you very much. കൈരളി കൈകോർത്ത് പദ്ധതി പ്രവാസി മലയാളികൾക്കാകെ അഭിമാനമാണെന്ന് നോർക്ക റൂട്ട്സ് ഡയറക്ടർ CV റപ്പായി പറഞ്ഞു. ഖത്തറിൽ നിന്ന് പ്രവാസി മലയാളികളെ സൗജന്യമായി നാട്ടിലേക്ക് എത്തിക്കുന്നത് ഏറെ സന്തോഷം നൽകുന്നുവെന്നും റപ്പായി കൂട്ടിച്ചേർത്തു. കൈരളിയുമായി കൈകോർത്ത് ഖത്തറിലെ സംസ്കൃതി ഏർപ്പെടുത്തിയ സൗജന്യ ചാർട്ടേഡ് വിമാനം 11-ാം തീയതി 215 യാത്രക്കാരെയും വഹിച്ചുകൊണ്ട് കൊച്ചിയിലേക്ക് പുറപ്പെടുന്ന വിവരം അറിഞ്ഞു. വളരെയേറെ സന്തോഷം. കൈരളിയെയും സംസ്കൃതിയെയും നോർക്ക ഹെൽപ്പ് ലൈനിൻ്റെ പേരിൽ അഭിനന്ദിക്കുന്നു. ഈ അവസരത്തിൽ അഭിവാദ്യങ്ങൾ. ഏറെ നാളത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഖത്തറിൽ നിന്ന് കൈരളി TVയും ഖത്തർ സംസ്കൃതിയും സൗജന്യ ചാർട്ടേഡ് വിമാനം യാഥാർത്ഥ്യമാക്കിയത്. പദ്ധതിയുമായി സഹകരിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നുവെന്ന് കൈകോർത്ത് കൈരളി പദ്ധതി ഖത്തർ ജനറൽ കൺവീനർ പ്രമോദ് ചന്ദ്രൻ പറഞ്ഞു. കോവിഡിൻ്റെ ഈ ദുരിതകാലത്ത് കേരളത്തിലെത്താൻ കഴിയാതെ ബുദ്ധിമുട്ടിയിരുന്ന പ്രവാസികളായ മലയാളികളെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉദ്യമത്തിലായിരുന്നു സംസ്കൃതി ഖത്തറും കൈരളി ചാനലും. ഈ സംദ്യമത്തിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ച മുഴുവൻ പേരെയും വിശിഷ്യ കേരള ഗവൺമെൻറ്, അതുപോലെ തന്നെ ഖത്തറിലെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ, നോർക്ക ഡയറക്ടർമാരായ CV റപ്പായ്, JK മേനോൻ, അതുപോലെ ദോഹയിലെ വ്യവസായ പ്രമുഖർ, എല്ലാറ്റിലും ഉപരി സംസ്കൃതിയുടെ ഊർജ്ജസ്വലരായ പ്രവർത്തകർ തുടങ്ങിയ എല്ലാവരോടും ഞങ്ങൾ ഈ കമ്മിറ്റിക്ക് വേണ്ടി നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. കോവിഡ് പ്രതിസന്ധിയിൽ ജോലി നഷ്ടപ്പെട്ടവരും വിസിറ്റ് വിസയിലെത്തി ലോക്ക്ഡൌണിൽ കുടുങ്ങിയവരുമടക്കം നിരവധി പേരാണ് ഖത്തറിൽ കൈരളി TVയുടെ ചാർട്ടേഡ് വിമാനത്തിൽ നാട്ടിലേക്ക് തിരിച്ചത്. നാട്ടിലേക്ക് മടങ്ങാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് യാത്രക്കാർ പറഞ്ഞു. കൈരളി പിന്നെ സംസ്കൃതി സംഘടനയിലും പിന്നെ ചാനലിൻ്റെയും ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾക്ക് ഈ യാത്ര ഒരുക്കി തന്ന സംസ്കൃതിക്ക് അഭിനന്ദനം. ഇങ്ങനെ യാത്ര ഒരുക്കി തന്ന കൈരളി TVക്കാർക്കും സംസ്കൃതിക്കും അഭിനന്ദനം. ഇനി നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ നമ്മളെ സംസ്കൃതിക്കും കൈരളിക്കും. ഖത്തർ സംസ്കൃതിയുടെ സഹകരണത്തോടെയാണ് ഖത്തറിൽ നിന്ന് 215 പേരെ കൈരളി TV നാട്ടിലേക്ക് എത്തിച്ചത്. ഈ സംരംഭത്തിൽ പങ്കാളികളായ എല്ലാവർക്കും സംസ്കൃതി നന്ദി അറിയിക്കുന്നതായി സംസ്കൃതി ഖത്തർ പ്രസിഡന്റ് സുനിൽകുമാർ പറഞ്ഞു. കോവിഡ് പ്രതിസന്ധി മൂലം ഏർപ്പെടുത്തിയ വിമാനയാത്രാ നിയന്ത്രണത്തെ തുടർന്ന് ആയിരക്കണക്കിന് പ്രവാസികളാണ് ഖത്തറിൽ നിന്ന് നാട്ടിൽ പോകുവാൻ വേണ്ടി ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി മാസങ്ങളായിട്ട് ശമ്പള കുടിശ്ശികയും ജോലി നഷ്ടവും മൂലം പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്ന പ്രവാസികൾക്ക് നാട്ടിൽ പോകുവാൻ വേണ്ടിയിട്ടുള്ള സഹായം സംവിധാനമാണ് കൈരളിയും സംസ്കൃതിയും ചേർന്ന് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ സംരംഭം വിജയിപ്പിക്കുവാൻ വേണ്ടിയിട്ട് സംസ്കൃതിയും കൈരളി TVയും ചേർന്ന് ഏർപ്പെടുത്തിയ ഈ സംവിധാനത്തിലേക്ക് സഹായം ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളെയും സംസ്കൃതിയുടെ പേരിൽ അഭിനന്ദിക്കുകയാണ്. കൈരളി TVയുമായി സഹകരിച്ച് ഖത്തറിലെ പ്രവാസി മലയാളികളെ സൗജന്യമായി ചാർട്ടേഡ് വിമാനത്തിൽ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് കൂട്ടായ്മയുടെ വിജയം കൂടിയാണെന്ന് സംസ്കൃതി ഖത്തർ ജനറൽ സെക്രട്ടറി വിജയകുമാർ പറഞ്ഞു. കഴിഞ്ഞ 20 വർഷമായി ഖത്തറിൻ്റെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് സംസ്കൃതി ഖത്തർ. ഈ മഹാമാരി കാലഘട്ടത്തിൽ നിർധരായ ഏകദേശം 215 നമ്മളുടെ അംഗങ്ങളെ, പ്രവാസികളെ സ്വന്തം പിറന്ന മണ്ണിലെത്തിക്കാനുള്ള ദൗത്യമാണ് ഇപ്പോൾ സംസ്കൃതി ഏറ്റെടുത്തിരിക്കുന്നത്. അത് ഏകദേശം വിജയപഥത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്രയും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും നിർധരായ പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ പരിശ്രമിച്ച എല്ലാ സംസ്കൃതി അംഗങ്ങളെയും അതുപോലെ സുഹൃത്തുക്കളെയും
ഞാൻ ഹാർദമായി അഭിവാദ്യം ചെയ്യുകയാണ്. സൗജന്യ ചാർട്ടേഡ് വിമാനം ഒരുക്കുന്നതിൽ ഇന്ത്യൻ എംബസിയും കൈരളി ടിവിക്ക് പിന്തുണ നൽകി. എംബസിക്ക് കീഴിലുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറം കൈരളിക്ക് വേണ്ട സഹായങ്ങൾ നൽകി. ICBF പ്രസിഡന്റ് PN ബാബുരാജന്റെ വാക്കുകളിലേക്ക്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ജോലി നഷ്ടപ്പെട്ടവരും നിരാലംബരുമായിട്ടുള്ള പ്രവാസികൾക്ക് നാട്ടിൽ തിരിച്ചു പോകുന്നതിനാവശ്യമായ സൗജന്യ യാത്രാ സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് ഖത്തറിലെ പ്രമുഖ സാമൂഹ്യ സാംസ്കാരിക സംഘടനയായ സംസ്കൃതിയും കൈരളി ചാനലിൻ്റെ ഖത്തർ ബ്യൂറോയും സംയുക്തമായിട്ട് ചാർട്ടർ ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വന്ദേ ഭാരത് മിഷൻ്റെ ദോഹയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഒരു വിമാനം 220ഓളം വരുന്ന പ്രവാസികൾക്ക് സൗജന്യമായിട്ടുള്ള ടിക്കറ്റ് നൽകിക്കൊണ്ടാണ് ദോഹയിൽ നിന്ന് യാത്ര തിരിക്കുന്നത്. ഇതിനുവേണ്ടി എല്ലാവിധ സഹകരണവും നൽകിയ ഇന്ത്യൻ എംബസിയോടും ഇന്ത്യൻ എംബസിയിലെ ഫസ്റ്റ് സെക്രട്ടറി ഹേമന്ത് ദ്വിവേദിയോടും ഞാൻ പ്രത്യേകം നന്ദി പറയാണ്. അതിനോടൊപ്പം തന്നെ സംസ്കൃതിയുമായും കൈരളിയുമായും സഹകരിക്കാൻ കഴിഞ്ഞതിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിലും ഞാൻ പ്രത്യേകം അഭിമാനം കൊള്ളുകയാണ്. ഈ പ്രവർത്തനത്തിൽ എന്നും സജീവമായി നിൽക്കുന്ന സംഘടനയാണ് ഖത്തറിലെ സംസ്കൃതി. മാത്രമല്ല കൈരളി ചാനലും ഒരു ജനതയുടെ ആത്മാവിഷ്കാരം എന്ന ആ ക്യാപ്ഷനെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്നതിൽ ആ ചാനൽ പ്രത്യേക പങ്കുവഹിക്കുന്നുണ്ട്. അവരുമായിട്ട് സഹകരിക്കാൻ കഴിഞ്ഞതിലും ICBFന് വളരെയധികം അഭിമാനമുണ്ട്. ഖത്തറിലെ നിരവധി സുമനസ്സുകളുടെയും സഹായ സഹകരണത്തോടെയാണ് കൈരളി TV സൗജന്യ ചാർട്ടർ വിമാനം ഒരുക്കിയത്. കൈരളി കൈകോർത്തു പദ്ധതിയുമായി സഹകരിക്കാൻ കഴിയുന്നതിൽ അഭിമാനമുണ്ടെന്ന് ഖത്തറിലെ ഡിലക്സ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ പ്രദീപ് ചന്ദ്രൻ പറഞ്ഞു. ഒരു ജനതയുടെ ആത്മാവിഷ്കാരമായ കൈരളി ചാനലും ഖത്തർ സംസ്കൃതിയും ചേർന്ന് ഗൾഫിൽ ദുരിതമനുഭവിക്കുന്ന പ്രവാസികൾക്ക് വേണ്ടി സൗജന്യമായി നാട്ടിലെത്താൻ സംഘടിപ്പിച്ച ഈ ഉദ്യമത്തിൽ പങ്കാളിയാവാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. ഇനിയും ഇത്തരം സംരംഭങ്ങൾക്ക് എൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് ഞാൻ ഇതിനോടൊപ്പം അറിയിക്കുകയാണ്. ഇതിനോട് സഹകരിച്ച മറ്റ് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ ആശംസകളും ഇതോടൊപ്പം നേരുകയാണ്. നിരവധി വ്യക്തികളും സ്ഥാപനങ്ങളും ഇന്ത്യൻ എംബസിയും ഖത്തർ സംസ്കൃതിയും കൈരളി കൈകോർത്തു പദ്ധതിക്ക് പിന്തുണയുമായി എത്തിയെന്ന് കൈരളി കൈകോർത്തു പദ്ധതി ഖത്തർ കോർഡിനേറ്റർ സാബിത് പറഞ്ഞു. കൈകോർത്ത് കൈരളി പദ്ധതിയുടെ ഭാഗമായിട്ട് 4ാമത്തെ സൗജന്യ വിമാനമാണ്. ഈ പദ്ധതിയുമായി സഹകരിച്ച എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നതിനൊപ്പം പ്രത്യേകം നമ്മളെ സഹായിച്ച ഇന്ത്യൻ എംബസി, ഇന്ത്യൻ അംബാസഡർ ഹിസ് എക്സലൻസി P. കുമരൻ സാർ, അതുപോലെ ഫസ്റ്റ് സെക്രട്ടറി ഹേമന്ത് തിവാരി സാർ, അതേപോലെ ICBF നോർക്ക ഡയറക്ടർമാരായിട്ടുള്ള CV റപ്പായ്, JK മേനോൻ, അതുപോലെ തന്നെ മറ്റു വ്യവസായ പ്രമുഖർ, പ്രത്യേകിച്ചും ഖത്തർ സംസ്കൃതിയുടെ പ്രവർത്തകർ എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. കോവിഡ് ബാധയെ തുടർന്ന് ഇന്ന് സൗദിയിൽ 2 മലയാളികൾ മരണപ്പെട്ടു. 61,903 പേർ ചികിത്സയിൽ കഴിയുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി MM നയിം ചേരുന്നു സൗദിയിൽ നിന്നും. നയിം പറയൂ. കോവിഡ് അസുഖത്തെ തുടർന്ന് ഇന്ന് 2 മലയാളികളാണ് സൗദി അറേബ്യയിൽ വെച്ച് മരണപ്പെട്ടിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിലെ ആറളം സ്വദേശി കാസിം, അദ്ദേഹം ഹയലിൽ വെച്ചാണ് മരണപ്പെട്ടത്. മലപ്പുറം ജില്ലയിലെ ഒമാനൂർ സ്വദേശി അബ്ദുൽ ജലീൽ, അദ്ദേഹം ദമാമിൽ വെച്ചാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഇതോടുകൂടി 110 മലയാളികളാണ് കോവിഡ് അസുഖത്തെ തുടർന്ന് സൗദി അറേബ്യയിൽ വെച്ച് മരണമടഞ്ഞത്. കോവിഡുമായി ബന്ധപ്പെട്ട പൊതുസ്ഥിതി വിശേഷത്തിൽ ഇന്ന് സൗദി അറേബ്യയിൽ 30 പേർ മരണപ്പെടുകയും 2,994 പേർക്ക് കോവിഡ് പോസിറ്റീവായി സ്ഥിരീകരിക്കുകയും 2,370 പേർ സുഖം പ്രാപിക്കുകയും ചെയ്തു. ഇതോടുകൂടി 2,181 പേരാണ് കോവിഡ് അസുഖത്തെ തുടർന്ന് മരണപ്പെടുകയും 2,29,480 പേർക്ക് കോവിഡ് പോസിറ്റീവായി സ്ഥിരീകരിക്കുകയും 1,65,396 പേർ സുഖം പ്രാപിക്കുകയും ചെയ്തു.
61,903 പേരാണ് കോവിഡ് അസുഖത്തെ തുടർന്ന് ചികിത്സയിലും നിരീക്ഷണത്തിലുമായി കഴിയുന്നത്. ഇതിൽ 2,230 പേരുടെ നില ഗുരുതരമാണ്. ഇന്ന് പ്രധാനമായും റിയാദ്, ഹുഫൂഫ്, ജിദ്ദ എന്നീ പട്ടണങ്ങളിലാണ് കോവിഡ് പോസിറ്റീവായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ റിയാദിൽ 285 പേർക്കും, ഹുഫൂഫിൽ 226 പേർക്കും, ജിദ്ദയിൽ 221 പേർക്കും, ദമാമിൽ 211 പേർക്കും, മുബറസിൽ 158 പേർക്കും, തായിഫിൽ 152 പേർക്കുമാണ് കോവിഡ് പോസിറ്റീവായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. INL പ്രവാസി സംഘടനയായ IMCC ദമാം കമ്മിറ്റി ചാർട്ടർ ചെയ്ത വിമാനം ദമാമിൽ നിന്നും 176 യാത്രക്കാരുമായി കോഴിക്കോട്ടെത്തി. കോവിഡ് കാരണം ദുരിതത്തിലായ പ്രവാസികളാണ് ഭൂരിഭാഗം യാത്രികരും. ജോലി നഷ്ടപ്പെട്ടവരും രോഗികളും സന്ദർശക വിസയിലെത്തിയ കുടുംബാംഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. KMCC പ്രവിശ്യ കമ്മിറ്റി പ്രസിഡന്റ് MM റാഷിദ് കോട്ടപ്പുറം, ജനറൽ സെക്രട്ടറി നവാസ് OP, ഹാരിസ് SA, ഇർഷാദ് കളനാട്, സാദിഖ് ഇരിക്കൂർ, സലിം അരിക്കാടി, നാഷണൽ കമ്മിറ്റി ഭാരവാഹികളായ ഹനീഫ് ഫറബി, മുഹീദ് കൂരിയാടൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് യാത്രക്കാരുടെ സഹായങ്ങൾ ചെയ്തു കൊടുത്തത്. പ്രയാസം നേരിട്ട 10ഓളം യാത്രക്കാർക്ക് സൗജന്യ ടിക്കറ്റും 61 പേർക്ക് 50% നിരക്കിലും IMCC ടിക്കറ്റ് സഹായങ്ങൾ നൽകിയതായി ഭാരവാഹികൾ അറിയിച്ചു. സ്വർണ്ണക്കടത്ത് കേസിൽ ഒളിവിലായിരുന്ന 2ാം പ്രതി സ്വപ്ന സുരേഷും 4ാം പ്രതി സന്ദീപ് നായരും പിടിയിൽ. ബംഗളൂരുവിൽ നിന്നും ഹൈദരാബാദ് NIA യൂണിറ്റാണ് ഇരുവരെയും പിടികൂടിയത്. ഇവരെ ഉടൻ തന്നെ കൊച്ചിയിലെത്തിക്കുമെന്നാണ് സൂചന. ഫോൺ കോൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് സ്വപ്നയും സന്ദീപും കുടുങ്ങിയത്. ശനിയാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് ബംഗളൂരുവിലെ കോറമംഗലയിലെ സുധീന്ദ്ര റായ് എന്നയാളുടെ ഫ്ളാറ്റിൽ നിന്നും സ്വപ്നയും സന്ദീപും പിടിയിലായത്. ഹൈദരാബാദിലെ NIA യൂണിറ്റാണ് ഇരുവരെയും പിടികൂടിയത്. സ്വപ്നയ്ക്കൊപ്പം ഭർത്താവും 2 മക്കളും ഉണ്ടായിരുന്നു എന്നാണ് വിവരം. ഫോൺ കോൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് സ്വപ്നയും സന്ദീപും കുടുങ്ങിയത്. സന്ദീപിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിനിടെ സഹോദരന്റെ ഫോണിലേക്ക് കോൾ വന്നതാണ് നിർണായകമായത്. അഭിഭാഷകനാണ് വിളിച്ചതെന്നായിരുന്നു സഹോദരൻ കസ്റ്റംസിനോട് പറഞ്ഞത്. എന്നാൽ സന്ദീപാണ് വിളിച്ചതെന്ന് മനസ്സിലാക്കിയ കസ്റ്റംസ് NIAക്ക് വിവരം കൈമാറുകയായിരുന്നു. അതിനിടെ സ്വപ്നയുടെ മകളുടെ ഫോൺ ഓണായതും NIAക്ക് ഇവരെ കണ്ടെത്താൻ എളുപ്പമായി. സ്വപ്നയെയും സന്ദീപിനെയും ബംഗളൂരു മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി ട്രാൻസിറ്റ് വാറന്റ് വാങ്ങി കേരളത്തിലെത്തിക്കാനാണ് നീക്കം. ഇപ്പോൾ ഇരുവരെയും NIA ചോദ്യം ചെയ്തു വരികയാണ്. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം ഇവരുടെ ആരോഗ്യ പരിശോധനയും പൂർത്തിയാക്കും. സുരക്ഷാ പ്രശ്നങ്ങളുള്ളതിനാൽ രാത്രി യാത്ര ഒഴിവാക്കുമെന്നാണ് വിവരം. ഒളിവിൽ പോയി 6 ദിവസത്തിനിടെയാണ് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികൾ പിടിയിലാകുന്നത്. നിലവിൽ കേസിലെ 1ാം പ്രതി സരിത്ത് കസ്റ്റംസിന്റെ കസ്റ്റഡിയിലാണ്. ഇയാളെ NIA 5 മണിക്കൂറോളം കൊച്ചിയിലെത്തി ചോദ്യം ചെയ്തിരുന്നു. കേസിലെ 3ാം പ്രതി ഫൈസൽ ഫരീദാണ് ഇനി പിടിയിലാകാനുള്ളത്. ഇയാൾ വിദേശത്താണെന്നാണ് സൂചന. സ്വപ്നയെയും സന്ദീപിനെയും സരിത്തിനെയും ചോദ്യം ചെയ്തതിലൂടെ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ഉന്നത ബന്ധങ്ങളും ഉറവിടവും ഉൾപ്പെടെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. കൈരളി ന്യൂസ്, കൊച്ചി. കള്ളക്കടത്ത് കേസ് പ്രതികളായ സ്വപ്ന സുരേഷും സന്ദീപ് നായരും കർണാടകയിലേക്ക് കടന്നത് BJP സഹായത്തോടെയാണെന്ന് സൂചന. NIA അടക്കം അന്വേഷിക്കുന്ന പ്രതികളുടെ കൃത്യമായ വിവരങ്ങൾ കർണാടക പോലീസിനുണ്ടായിട്ടും ഇവർ അതിർത്തി വഴി ധൈര്യത്തിൽ യാത്ര ചെയ്തത് സന്ദീപിന്റെ ഉന്നത BJP ബന്ധം ഉപയോഗിച്ചാണെന്നാണ് വിവരം. ജീവൻ കുമാർ ചേരുന്നു വിവരങ്ങളുമായി. ജീവൻ, പറയൂ. പ്രത്യേകിച്ച് ലോക്ക്ഡൌണിന്റെ ഒരു പശ്ചാത്തലത്തിൽ അവർക്ക് ഈ അതിർത്തി, നമ്മുടെ കേരള അതിർത്തി കടന്നു പോകുന്നതിന് നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതകളില്ല. മറ്റൊരു സംസ്ഥാനത്തു നിന്നും കേരളത്തിലേക്ക് വരണമെങ്കിൽ കൃത്യമായും അവരുടെ നമ്മുടെ മറ്റേത് സംസ്ഥാനങ്ങളിൽ നിന്നാണോ ഇങ്ങോട്ടേക്ക് വരേണ്ടത് അതിന്റെ കൃത്യമായ ഇത് വേണം. പക്ഷെ കർണാടകത്തിലേക്ക് പോകുന്നതിന് കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്ക് പോകാൻ കർണാടകയുടെ പോർട്ടലായ സേവാ സിന്ധുവിൽ രജിസ്റ്റർ ചെയ്യണം. നമുക്കിവിടെ ജാഗ്രതയാണെങ്കിൽ അവിടെ സേവാ സിന്ധുവാണ്. ഇങ്ങനെ രജിസ്റ്റർ ചെയ്തെത്തുന്ന യാത്രക്കാരുടെ വിവരങ്ങൾ അതിർത്തിയിൽ കർണാടക പോലീസ് പരിശോധിച്ച ശേഷമാണ് അകത്തേക്ക് കടത്തിവിടുന്നത്. NIA അടക്കമുള്ള അന്വേഷിക്കുന്ന പ്രതികളുടെ കൃത്യമായ വിവരങ്ങൾ രാജ്യത്തെ എല്ലാ പോലീസ് സേനകളുടെ കയ്യിൽ ഉണ്ടായിട്ടും കർണാടക പോലീസിന്റെ ഈ ചെക്കിംഗ് കടന്ന് എങ്ങനെയാണ് അതിർത്തി വഴി ഇവർ അകത്തേക്ക് എത്തിയത് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ ദുരൂഹത ഉയരുന്നു. നേരത്തെ തന്നെ ഈ സന്ദീപ് അടക്കമുള്ള ആളുകൾക്ക് BJP നേതാക്കന്മാരുമായുള്ള ബന്ധം പുറത്തായതാണ്. ഉയർന്ന BJP നേതാക്കന്മാരുമായുള്ള അവരുടെ ബന്ധം നേരത്തെ തന്നെ പുറത്തായിരുന്നു. 3 ദിവസങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിലുള്ള ഏതോ ഒരു സഹായിയുടെ വിലാസമാണ് ഇവർ ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് സഹായിച്ചത് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അന്വേഷണ സംഘത്തിന്റെ കണ്ണു വെട്ടിക്കാൻ താമസസ്ഥലം മാറിക്കൊണ്ടിരിക്കാനായിരുന്നു അവരുടെ പദ്ധതി. എന്നാൽ ശനിയാഴ്ച 3 മണിയോടുകൂടി ഇവർ ബംഗളൂരു കോറമംഗലയിലെ ഒക്ടാവ് എന്ന ഹോട്ടലിലാണ് മുറിയെടുത്തത്. സന്ദീപ് booking.com എന്ന ആപ്പ് വഴിയാണ് ഈ ഹോട്ടൽ
ബുക്ക് ചെയ്തത് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇവർ കർണാടകത്തിലേക്ക് എത്തിയതിനെ സംബന്ധിച്ച് ഇപ്പോൾ ദുരൂഹത ഉണരുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിലേക്ക് വരണമെങ്കിൽ കൃത്യമായ പരിശോധന വേണം എന്ന നിബന്ധന നമ്മളുടെ അതിർത്തി പോസ്റ്റുകൾ ഉള്ളപ്പോൾ അവിടേക്ക് പോകുന്നതിനും സമാനമായ അതേ മാനദണ്ഡങ്ങൾ തന്നെയാണ് ഉള്ളത്. തീർച്ചയായിട്ടും എല്ലാ അതിർത്തികളിലും ജീവൻ സാധാരണ നിലയിൽ ഇപ്പോൾ എല്ലാ അതിർത്തികളിലും ഇപ്പോൾ ഉദാഹരണത്തിന് കൊല്ലം തിരുവനന്തപുരം അതിർത്തി തന്നെ എടുക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് പോകുമ്പോൾ പരിശോധിക്കുന്നത് കൊല്ലം ബോർഡറിന്റെ തുടക്കത്തിലാണ്. അതുപോലെ കൊല്ലത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തിരുവനന്തപുരം ബോർഡറിന്റെ തുടക്കത്തിലാണ് പരിശോധന ഉണ്ടാകുന്നത്. അതുപോലെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ കർണാടകമാണ് പരിശോധനകൾ നടത്തുക, അങ്ങനെയല്ലേ? തീർച്ചയായും ഇവിടെ കേരളത്തിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ പരിശോധന നടത്തേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ കർണാടക സംസ്ഥാനത്തിനുള്ളിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ ഇതിൽ പരിശോധന നടത്തേണ്ടിയിരുന്നത് കർണാടക സംസ്ഥാനമാണ്. ഇവർക്ക് എങ്ങനെയാണ് NIA അടക്കമുള്ള ദേശീയ ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഇവർക്ക് സുഗമമായി ഇങ്ങനെ യാത്ര ചെയ്യാൻ കഴിയുകയും ഇത്രയധികം ദിവസം നമുക്ക് ഇവർക്ക് ഒളിവിലിരിക്കാൻ കഴിഞ്ഞത് എന്നതിനെ സംബന്ധിച്ചും വലിയ ദുരൂഹതകളാണ് ഉയരുന്നത്. അതുകൊണ്ട് തന്നെയാണ് BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് നിന്ന് ഇവരെ ഇപ്പോൾ പിടികൂടിയപ്പോൾ അത് വലിയ ചോദ്യചിഹ്നം BJPക്ക് നേരെ കൂടി ഉയരുന്നത്. ശരി, എങ്ങനെയാണ് സ്വപ്നയും സന്ദീപും കേരളത്തിന്റെ അതിർത്തി കടന്ന് കർണാടകത്തിൽ പ്രവേശിച്ചത് എന്നതാണ് ചോദ്യം ആയി ഉയരുന്നത്. പ്രതി സന്ദീപ് നായരുടെ ഉന്നത BJP ബന്ധം അതിലേക്ക് സഹായിച്ചോ എന്ന സംശയമാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികൾ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിക്കുന്ന തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ കസ്റ്റംസ് പരിശോധന നടത്തി. ഫ്ളാറ്റിലെ കെയർടേക്കറെയും സെക്യൂരിറ്റി ജീവനക്കാരനെയും ചോദ്യം ചെയ്തു. സന്ദീപ് നായരുടെ നെടുമങ്ങാട്ടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നേരത്തെ സ്വർണം കടത്താൻ ഉപയോഗിച്ച ബാഗും ഉപകരണങ്ങളും കസ്റ്റംസ് കണ്ടെത്തി. അതേസമയം തിരുവനന്തപുരം കസ്റ്റംസ് ആസ്ഥാനത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചു. തിരുവനന്തപുരത്തെ പുന്നം റോഡിലെ മുൻ IT സെക്രട്ടറി ശിവശങ്കറിന്റെ ഫ്ളാറ്റിൽ കസ്റ്റംസ് പരിശോധന നടത്തുകയും CCTV ഫുട്ടേജും രജിസ്റ്ററുകളും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് വീണ്ടും പരിശോധന നടത്തിയത്. ഫ്ളാറ്റിലെ കെയർടേക്കറെയും സെക്യൂരിറ്റി ജീവനക്കാരനെയും കസ്റ്റംസ് ചോദ്യം ചെയ്യുകയും ചെയ്തു. കേസിൽ പ്രതികളായ സരിത്തും സ്വപ്ന സുരേഷും സന്ദീപ് നായരും ഈ ഫ്ളാറ്റിൽ വെച്ചാണ് ഗൂഢാലോചന നടത്തിയെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. ഇതിനിടെ ഫ്ളാറ്റിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തുകയും മുൻവശത്തെ ചില്ല അടിച്ചു തകർത്ത കരിയോയിലൊഴിക്കുകയും ചെയ്തു. പോലീസ് എത്തി ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിലെ 4ാം പ്രതി സന്ദീപ് നായരുടെ നെടുമങ്ങാട്ടെ വീട്ടിൽ കസ്റ്റംസ് റെയ്ഡ് നടത്തി. നേരത്തെ സ്വർണം കടത്താൻ ഉപയോഗിച്ച ബാഗ് ഇവിടെ നിന്നും കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. സ്വർണം ഉരുക്കാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ചില ഉപകരണങ്ങളും സ്വർണം കടത്താൻ ഉപയോഗിച്ചെന്ന് സംശയിക്കുന്ന ഉപകരണങ്ങളും ഇവിടെ നിന്ന് കസ്റ്റംസ് കണ്ടെടുത്തു. സന്ദീപിന്റെ ആഡംബര കാറും കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരത്തെ കാർഗോ ഏരിയയിലെ CCTV ദൃശ്യം കസ്റ്റംസ് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. കസ്റ്റംസിന്റെ ആവശ്യപ്രകാരം സർക്കാർ കാർഗോ ഏരിയയിലെ CCTV ദൃശ്യങ്ങൾ കൈമാറി. തിരുവനന്തപുരം കസ്റ്റംസ് ആസ്ഥാനത്ത് സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഓഫീസിന്റെ സുരക്ഷ CRPF ഏറ്റെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. സ്വപ്ന സുരേഷിന്റെ PF രേഖ പുറത്ത്. സ്വപ്ന ജോലി ചെയ്യുന്ന വിഷൻ ടെക് എന്ന സ്ഥാപനം സ്വപ്നയുടെ PF റിട്ടേൺ ഫയൽ ചെയ്തിരുന്നു. ഈ കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് വിഷൻ ടെക് സ്വപ്നയുടെ അവസാനത്തെ PF റിട്ടേൺ അടച്ചത്. സർക്കാരിന് കീഴിലെ IT ജീവനക്കാരിയാണ് സ്വപ്ന എന്ന പച്ചക്കള്ളം ഇതോടെ തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് തെളിയുകയാണ്. സ്വപ്ന സുരേഷ് വിഷൻ ടെക്കിൻ്റെ ജീവനക്കാരിയാണോ എന്ന് ആധികാരികമായി കണ്ടുപിടിക്കാൻ കഴിയുന്നത് ഒരു മാർഗത്തിലൂടെയാണ്. അതിനുള്ള ഉപാധിയാണ് ഇപ്പോൾ ഞങ്ങൾ തേടാൻ പോകുന്നത്. നോക്കൂ, ഇത് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ എന്ന ഇന്ത്യൻ ഗവൺമെൻറ് സ്ഥാപനമാണ്. ഏത് സ്ഥാപനത്തിലും ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് PF ബാധകമാണ്. സ്വപ്ന സുരേഷിന് PF ബാധകമാണോ, അവർ ഏത് കമ്പനിയുടെ ജീവനക്കാരിയാണ് എന്ന് നമുക്ക് ആധികാരികമായി തന്നെ പരിശോധിക്കാം. ഇതിൽ നിരവധി സ്ഥാപനങ്ങളുടെ പേരുകൾ കാണിക്കുന്നുണ്ട്. ഇതിലൊന്ന് വിഷൻ ടെക്നോളജീസ് ആൻഡ് സ്റ്റാഫിംഗ് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട. ഫരീദാബാദ് ആസ്ഥാനമായ കമ്പനിയിലാണ് സ്വപ്ന ജോലി ചെയ്യുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ഇതിൽ വ്യൂ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. 2020 ജൂൺ മാസത്തിലാണ് ഈ സ്ഥാപനം അവസാനമായി ഇവരുടെ PF തുക ഇതിൽ അടച്ചിട്ടുള്ളത്. നമ്മൾ അത് എത്ര പേരുടേതാണ് ഇവർ അടച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇവരുടെ എംപ്ലോയ്മെൻറ്റ് ഉള്ള ആരൊക്കെയാണ് ഇതിൻ്റെ ജീവനക്കാർ എന്നത് നമ്മൾ ഇവിടുത്തെ ഈ പേജിലായിട്ട് നോക്കുകയാണ്. ഇവിടെ നമ്മൾ അവസാനത്തെ പേജിലേക്ക് പോകുന്നു. അതിൽ 11ാമത്തെ പേജ് നമ്മൾ എടുക്കുന്നു. 11ാമത്തെ പേജ് എടുക്കുമ്പോൾ അതിൽ S ആണ് വരുന്നത്. അതിൽ
സ്വപ്ന സുരേഷ് ഉണ്ടോ എന്നതാണ് നമുക്ക് നോക്കേണ്ടത്. നാലാമത്തെ പേരുകാരിയായി സ്വപ്നപ്രഭ സുരേഷ് എന്ന പേര് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയീസ് പ്രോവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ്റെ അവരുടെ സൈറ്റിലുണ്ട്. അതായത് ഇവർ വിഷൻ ടെക്കിൻ്റെ ജീവനക്കാരിയാണ് എന്ന് ആധികാരികമായി തെളിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രേഖ തന്നെയാണ് കൈരളി ന്യൂസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം തിരുവനന്തപുരത്തു നിന്നും എസ് ജീവൻകുമാർ. സർക്കാരിനെ പിരിച്ചുവിടുമെന്ന ഭീഷണിയുമായി BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് PK കൃഷ്ണദാസ്. ഈ പിണറായി വിജയൻ പറയുന്നതിനനുസരിച്ച് അങ്ങനെ നിങ്ങൾ ഉറഞ്ഞു തുള്ളേണ്ടതില്ല. കാരണം ഈ ഗവൺമെന്റ് ഏത് സമയത്തും നിലംപതിക്കാമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളെ യജമാനൻ നിങ്ങളെ സംരക്ഷിക്കാൻ തിരുവനന്തപുരത്തുണ്ടാകില്ല. ഞങ്ങൾക്കൊരു സംശയമുണ്ട്. എന്താ EMSന്റെ ആദ്യ മുഖ്യമന്ത്രി EMSന്റെ അതേ അവസ്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ടാകും. കാരണം ആദ്യത്തെ EMS മന്ത്രിസഭക്ക് കാലാവധി പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. പിണറായി വിജയന്റെ ഗവൺമെന്റിനും കാലാവധി പൂർത്തിയാക്കാൻ സാധ്യത വളരെ വളരെ കുറവാണ്. ഒരുപക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു കാവൽ മന്ത്രിസഭയുടെ സാന്നിധ്യത്തിലാണ് കേരളത്തിൽ ഉണ്ടാവുക എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. സ്വപ്ന സുരേഷിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകൻ രാജേഷ് കുമാറിന്റെ ഹിന്ദു എക്കണോമിക് ഫോറം ബന്ധം വിവാദമാകുന്നു. സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സന്ദീപ് നായരുടെ BJP ബന്ധം വെളിപ്പെട്ടതിന് പിന്നാലെയാണ് പുതിയ വിവാദം. ഹിന്ദു എക്കണോമിക് ഫോറം ഇസ്ലാമിക് ഫണ്ടിങ്ങിനെതിരെയുള്ള ഹിന്ദു പ്രതിരോധമാണെന്ന് BJP നേതാവ് രാധാകൃഷ്ണ മേനോൻ. ഹിന്ദു എക്കണോമിക് ഫോറത്തിന് നേതൃത്വം നൽകുന്നത് പ്രമുഖ ജ്വല്ലറി ഉടമയടക്കമുള്ള വൻകിടക്കാർ. സ്വർണ്ണക്കടത്തുമായി ഈ ജ്വല്ലറി ഉടമയ്ക്കുള്ള ബന്ധവും ചർച്ച ചെയ്യപ്പെടുന്നു. കള്ളക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ അഭിഭാഷകൻ രാജേഷ് കുമാറിനുള്ള ബന്ധങ്ങൾ വിവാദമാവുകയാണ്. സംഘപരിവാറും BJP നേതൃത്വം നൽകുന്ന ഹിന്ദു എക്കണോമിക് ഫോറം, അഭിഭാഷക പരിഷത്ത് എന്നിവയിൽ അംഗമാണ് രാജേഷ് കുമാർ. ഹൈന്ദവരായ വ്യവസായികളുടെ കൂട്ടായ്മയാണ് ഹിന്ദു എക്കണോമിക് ഫോറം. ഇതിൽ വൻകിട സ്വർണ്ണക്കടയുടമകൾ ഉൾപ്പെടെയുള്ളവർ അംഗങ്ങളുമാണ്. ഇവർക്ക് സ്വപ്നയുമായി അടുത്ത ബന്ധവുമുണ്ട്. ഹിന്ദു എക്കണോമിക് ഫോറം ഇസ്ലാമിക ഫണ്ടിങ്ങിനെതിരെ രൂപീകരിക്കപ്പെട്ട സംഘടനയാണെന്ന് BJP നേതാവായ രാധാകൃഷ്ണ മേനോൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. ഹിന്ദു എക്കണോമിക് ഫോറം എന്ന് പറയുന്ന സംഘടന കേരളത്തിൽ രൂപപ്പെടാനിടയായ സാഹചര്യവും പശ്ചാത്തലവുമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. ചർച്ചയിൽ ആ പേര് വന്നതുകൊണ്ട് ഞാൻ വിശദീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് കേരളത്തിന്റെ പ്രത്യേകിച്ച് ഈ ഇസ്ലാമിക ഫണ്ടടക്കം കേരളത്തിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി പ്രത്യേകം ബാങ്ക് ഉണ്ടാക്കുകയും അതിനെയെല്ലാം സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന അന്തരീക്ഷം ഉണ്ടായപ്പോൾ അതിന് ചില രാഷ്ട്രീയ പാർട്ടികളെല്ലാം രംഗത്ത് വന്നപ്പോൾ അതിനെല്ലാം എതിരായിട്ടുള്ള ഒരു പ്രതികരണം എന്നുള്ള നിലയിൽ രൂപപ്പെട്ട ഒരു സംഘടന എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞത്. രാജേഷ്, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ ചുമത്താമെന്നിരിക്കെ സ്വപ്നയ്ക്ക് വേണ്ടി അഭിഭാഷകനായ രാജേഷ് കുമാർ ഹാജരാകുന്നതിൽ BJP നേതൃത്വം മൗനം പാലിക്കുകയുമാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. സ്വർണ്ണക്കടത്ത് കേസ് ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുത്തിരിക്കെ വിവാദമുണ്ടാക്കുന്നവരുടേത് കുറ്റവാളികളെ രക്ഷിക്കാനുള്ള ശ്രമമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ദുരന്തകാലത്ത് പോലും നാടിനെ കുരുതികെടുക്കാനാണ് ശ്രമം. ഹീന രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടാൻ BJP UDF കൂട്ടുകെട്ട് ശ്രമിക്കുന്നു. കേന്ദ്രമന്ത്രി V മുരളീധരന്റെ പ്രസ്താവന വിവാദ ഏജന്റിനെ വെള്ളപൂശാനാണെന്നും കോടിയേരി ആരോപിച്ചു. മുരളീധരന്റെ പ്രസ്താവന NIA തള്ളിയ സ്ഥിതിക്ക് വിദേശകാര്യ സഹമന്ത്രിയായി തുടരണോ എന്ന് ആലോചിക്കണമെന്നും കോടിയേരി പ്രസ്താവനയിൽ പറഞ്ഞു. പ്രവാസി വാർത്ത പൂർണ്ണമാവുന്നു. നമസ്കാരം.